എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ഫിഷ് ആണ്. ഇതൊരു സ്റ്റാർട്ടറായിട്ട് കഴിക്കാം, അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ അവർ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള അജിനോമോട്ടോ ഒക്കെ ചേർത്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊന്നും ചേർക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഈ ഒരു ചില്ലി ഫിഷ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചില്ലി ഫിഷ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 400 ഗ്രാം മുള്ളില്ലാത്ത മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ മീൻ കട്ട് ചെയ്ത് മേടിക്കുമ്പം ഇതുപോലെ മുള്ളില്ലാതെ കട്ട് ചെയ്ത് മേടിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മീൻ കറിയൊക്കെ വെക്കുന്ന പോലെ കട്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് മുള്ളില്ലാതെ മാംസം മാത്രം ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ് പോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ മീനെല്ലാം ഇതുപോലത്തെ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഈ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഇതിനകത്തിലേക്ക് ആദ്യമായിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഉപ്പ് 1/2 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് ആവശ്യം അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നാരങ്ങയുടെ പകുതി നീരും കൂടി പിഴിഞ്ഞ് ഇതിൻ്റെ അകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഒത്തിരി മീനൊക്കെ ഉടഞ്ഞു പോവാതെ ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ മിക്സ് ചെയ്യുക. ഇനി ഇതിനകത്തിലേക്ക് ഒരു കോട്ടിങ് കൊടുക്കണം. അതിനായിട്ട് 3 ടേബിൾ സ്പൂൺ ചോളപ്പൊടി, അതായത് കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഒരു മുട്ട മുഴുവനായിട്ടാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ മീൻ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ്. അപ്പോൾ അത് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനൊരു കോട്ടിങ് കൊടുക്കുന്നത്. അപ്പം നന്നായിട്ടെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് ഇത് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്ത മീനെല്ലാം 2-3 പ്രാവശ്യമായിട്ട് വേണം ഇട്ട് വറുത്തെടുക്കാൻ. അപ്പം ഒരു സൈഡ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരുമ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നിറയെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ തിരിച്ചിടേണ്ട ആവശ്യമില്ല. നമ്മൾ ഇളക്കി കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിനകത്ത് ഞാൻ കുറച്ച് എണ്ണ ചേർത്താണ്ടാണ് വറക്കുന്നത്, അതുകൊണ്ടാണ് തിരിച്ചിട്ട് വറക്കുന്നത്. അപ്പോൾ മീനൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ബാക്കിയുള്ള മീനും ഇതുപോലെ എല്ലാം വറുത്തെടുക്കാം. അപ്പോൾ മീനെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള ഒലിവ് ഓയിലോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്തതിന് ശേഷം അതൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം പച്ചമുളക് ഒത്തിരി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ഇളക്കിയെടുത്താൽ മതിയാവും. അപ്പം ഇനി ഇതിൻ്റെ അകത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1.5 കപ്പ് ക്യാപ്സിക്കം അരിഞ്ഞതാണ്. അപ്പോൾ ഞാനിവിടെ 3 കളർ ക്യാപ്സിക്കം അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കളറുള്ള ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ പച്ച മാത്രം ചേർത്ത് കൊടുത്താലും മതിയാവും. അതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസ് സവാള ഇതളുകളാക്കി എടുത്തിട്ട് 2ആയിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് ഇതൊന്ന് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം. അപ്പോൾ ഒത്തിരി അങ്ങ് കുക്കായി പോകരുത് ക്യാപ്സിക്കവും സവാളയൊക്കെ, അതിൻ്റെ ആ ക്രഞ്ചിനെസ് ഒക്കെ കാണണം. അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് ഇളക്കിയെടുക്കണം. ഇനി ഇതിൻ്റെ അതിലേക്ക് നമുക്ക് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസാണ്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഡാർക്ക് സോയ സോസാണ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സോസുകളൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി ആ വെജിറ്റബിളിലൊക്കെ നന്നായിട്ട് ആ സോസൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ നമ്മൾ സോസൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ അകത്തിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന മീനും കൂടെ ചേർത്ത് നന്നായിട്ട് സോസൊക്കെ മീനിലൊന്ന് പിടിക്കുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക. നന്നായിട്ട് ഇളക്കി മീനിലെല്ലാം നന്നായിട്ട് സോസ് പിടിക്കുന്നിടം വരെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ നന്നായിട്ട് മീനെല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തിലേക്ക് ഒരു കോട്ടിങ് കൊടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ട് അതിൻ്റെ കൂടെ 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് കോൺഫ്ലോർ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ ഇളക്കണം. കാരണം കോൺഫ്ലോർ നമ്മൾ ചൂടാകുമ്പം വെള്ളത്തിൽ കലക്കി ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട് ചെയ്യാവും. അതുകൊണ്ട് തന്നെ ഇതിലെല്ലാം പിടിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഇളക്കി ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ കുറച്ച് സമയം എടുക്കുന്ന നമ്മൾ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള സമയമാണ്. ബാക്കിയെല്ലാം വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കോൺഫ്ലോറൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ചേർക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് സ്പ്രിംഗ് ഓണിയൻ. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇളക്കിയെടുക്കുമ്പോൾ മീനൊക്കെ ഉടഞ്ഞു പോകാതെ ഇളക്കിയെടുക്കുക. അതുപോലെ നമ്മൾ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ഉപ്പ് ചേർത്തിട്ടില്ല. കാരണം സോസിലൊക്കെ ഉപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ഉപ്പ് ചേർത്തിട്ടില്ല. മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചില്ലി ഫിഷ് റെഡിയായി. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ സ്റ്റാർട്ടറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ശരണ്യാസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്